സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി മനുഷ്യരോടുള്ള പിന്നെ കരുണ, കാരുണ്യം, സഹകരണം, പിന്നെ സ്നേഹം, ഇതെല്ലാം വേണ്ട അതിനകത്ത്. സോ അങ്ങനെ കരുണയും സ്നേഹവും ഒക്കെ കൊടുക്കാനും അത് വളർത്തിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ദുർഗുണ പരിഹാര പാഠശാല പല കേരളത്തിലെ പല മേഖലകളിലുള്ളവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടിട്ട ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടിട്ട പറ്റില്ല, നന്നായില്ല. അപ്പൊ നന്നായി പോയുള്ളൂ. അവരുടെ പേഴ്സണൽ വ്യക്തിത്വം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ വ്യക്തിത്വം നന്നാവുന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ഇറങ്ങിയവരൊക്കെ ആ പേഴ്സണാലിറ്റിയിൽ അവർ മാറ്റം ഉണ്ടാവണം. ഈ ഇറങ്ങി വരുന്നവരൊക്കെ ആ പേഴ്സണാലിറ്റിയിൽ മാറ്റി വ്യക്തിത്വത്തിൽ മികവുണ്ടായി വരുന്നവരാണോ? അതെനിക്കറിയില്ല. അല്ലല്ലോ, ഒരിക്കൽ പോലും എന്നുള്ള രീതിയിൽ. കാരണം മറ്റൊരാളുടെ സാധനം ഞാൻ എങ്ങനെ അവർക്ക് മാറ്റം ഉണ്ടായെന്ന് ഞാൻ എങ്ങനെ പറയും? ഞാനാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് മാറ്റം ഉണ്ടായില്ലോ. അത് നമ്മൾ സെൽഫ് റിയലൈസേഷൻ നടത്തണം. മനസ്സിലായി? ഇപ്പൊ എനിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായി? കുറെ ദിവസം അങ്ങനെ നിന്നപ്പോൾ എന്തായിരുന്നു ഡിഫറൻസ്? എനിക്കുണ്ടായ മാറ്റം, ഞാൻ മുമ്പ് ഭയങ്കര പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് ഭയങ്കര അലമ്പലം പോയിരുന്നു. അത് വേണ്ട എന്നുള്ളതിലേക്ക് വന്നു. പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി ഉണ്ടാക്കുമായിരുന്നു. അതൊക്കെ മാറി. സോ ആ ഷോയെ കുറിച്ചിട്ട് അടുത്തൊരു സെഗ്മെന്റിലോട്ട് നമ്മൾ പോവാണ്, പറയാതെ വയ്യ എന്നുള്ളത്. ചില സ്റ്റേറ്റ്മെന്റ്സ് പറയും. സോ അത് കേൾക്കുന്ന സമയത്ത് സൗമ്യന് തോന്നുകയാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാതെ വയ്യ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാം. റെഡി? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ബിഗ് ബോസിനെ സാബുമോനെ ആയിരുന്നില്ല, സാബുമോനെ ബിഗ് ബോസിനെ ആയിരുന്നു ആവശ്യം. തെറ്റ്. ബിഗ് ബോസിന് തന്നെയായിരുന്നു ആവശ്യം. എനിക്കെന്തിനു ബിഗ് ബോസിന് ആവശ്യം? എനിക്ക് ആ ഗെയിം കാണണം, പഠിക്കണം എന്നുണ്ടായിരുന്നു. എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു, ഇതിന്റെ ടെക്നിക്കാലിറ്റി എങ്ങനെയാണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പ്രഡിക്റ്റ് ചെയ്യായിരുന്നു, ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്യാമറ ആണ്, ഈ ക്യാമറയുടെ PCR കണക്ഷൻ ഇങ്ങനെയായിരിക്കും, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ഇരുന്ന് അത് അറിയണം എന്നുള്ളത് ശരിക്കും ഒരു ആവശ്യം തന്നെയല്ലേ? അത് പഠിക്കാൻ കിട്ടുന്ന അവസരം അല്ലേ? ബിഗ് ബോസ്, ഞാൻ ഈ ബിഗ് ബോസിനെ പുറത്തു നിന്ന് പിന്നീട് പോയി നോക്കിയിട്ടുണ്ട്. എന്നെ വേറൊരു ഇൻഡക്ഷന് വേണ്ടിയിട്ട് അവര് സെക്കൻഡ് സീസണിൽ കൊണ്ടുപോയപ്പോ, സെക്കൻഡ് സീസണിലോ തേർഡ് സീസണിൽ കൊണ്ടുപോയി ക്രൂവിന് ഒരു ഇൻഡക്ഷൻ സംഭവമൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ പുറത്ത് നടന്ന് ഇത് എങ്ങനെയാണ്, എന്താണ്, എന്തെല്ലാം സെറ്റ് സാധനം എല്ലാം നോക്കി കണ്ടു. ഒരു വിലയിരുത്തല്ല, നമുക്ക് കാണാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണത്. ഭയങ്കര വലിയ സെറ്റപ്പ് അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു രാജാവിലേക്കോ രാജ്ഞിയിലേക്കോ ഒതുങ്ങാതെ ന്യൂട്രലായി മുന്നോട്ട് പോകാൻ ഷോയുടെ ക്രൂ നന്നായി ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും ഷോ കുറച്ച് ദിവസം കഴിയുമ്പോൾ 40-50 ഡേയ്സ് കഴിയുമ്പോഴേക്കും ഈ പ്രിഡിക്റ്റ് ചെയ്ത് തുടങ്ങും അല്ലെ? സോ അത്തരത്തിൽ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാര്യം ഞാൻ റെഗുലർലി വാച്ച് ചെയ്തിരുന്നെങ്കിൽ മാത്രമേ എനിക്കിത് പറയാൻ പറ്റൂ. കാരണം കണ്ടന്റ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എവിടേക്കോ ഈ സീസൺ അൺപ്രഡിക്റ്റബിൾ ആയി പോകുന്നു എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ മുൻ സീസണിൽ എവിടേക്കോ ഈ പ്രഡിക്ഷനിലേക്ക് കാര്യമായിട്ട് പറഞ്ഞിരുന്നില്ലേ, ഈ ഒരു വ്യക്തിയിലേക്കോ അല്ലെ? അങ്ങനെ എവിടേക്കോ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നില്ലേ? അത് ഓരോരുത്തരുടെ ഫാൻ ഫോളോയിങ് സംഭവം കാണുമ്പോഴത്തേക്ക് ഇന്നാള് ജയിക്കും എന്നൊക്കെ തോന്നാം. ഇപ്രാവശ്യം പിന്നെ ഈ പ്രഡിക്ഷന്റെ കാര്യത്തിൽ ഇപ്രാവശ്യം അങ്ങനെ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി എന്നൊന്നും ആരെയും അങ്ങനെ പറയാനില്ല, തോന്നിയില്ല. ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ പറയാൻ തോന്നുന്നാര് ഇല്ല. ചുമ്മാ ഇടന്ന് അടി ഉണ്ടാകുകയാണ് ഗെയിം. അതുമില്ല. അതിനകത്തൊരു ബുദ്ധിയുടെയോ ഇതിന്റെയൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു സ്ഫുരണങ്ങൾ പോലും അങ്ങനെ കാണുന്നില്ല. ഞാൻ കണ്ടിടത്തോളം വെച്ചിട്ട് കണ്ടില്ല. ഇനിയിപ്പൊ ഞാൻ കാണാത്ത സമയത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് അറിയില്ല. ശരിക്കും ഇത് തന്നെയാണോ ഓരോ സീസൺ കഴിയും തോറും? ഇപ്പൊ ഫസ്റ്റ് സീസണിൽ കുറെ ഏറെ പരിചിതമായിട്ടുള്ള മുഖങ്ങളും വ്യക്തിത്വങ്ങളായിരുന്നു. ആരും പോകാൻ തയ്യാറായില്ല എന്നുള്ളത്. അത് എന്താ അതിന്റെ ഒരു കാരണം? തുടക്കത്തിലെ കണ്ട സീസണിന്റെ അത്രത്തോളം പ്രഭാവം പിന്നീട് കാണാൻ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇൻഡസ്ട്രിക്കകത്തുള്ള ഒരു ആരും പോകാൻ തയ്യാറാകുന്നില്ല. കാര്യം ഇവരുടെ ഇമേജിനെ എങ്ങനെ ഇത് ബാധിക്കും എന്നുള്ളൊരു മാറ്ററാണ്. ശരിക്കും നെഗറ്റീവ് ഷെയ്ഡ് വരുമോ? നെഗറ്റീവും പോസിറ്റീവും വരാം. ഇല്ലേ? കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാബു എന്ന വ്യക്തി. അത്രയും നെഗറ്റീവ് ഷെയ്ഡിൽ പോയി കഴിഞ്ഞിട്ട് പിന്നീട് അത്രയും പോസിറ്റീവായിട്ട് വന്ന ഒരാളാണ് അല്ലെ? പഠിക്കാൻ പോയ ഒരാളാണെങ്കിലും അവിടെ വന്ന് കളി കണ്ട് അതിനനുസരിച്ച് പോയ ഒരാളാണ് അല്ലെ? ശരിക്കും അപ്പൊ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എടുക്കാൻ തയ്യാറാണ് ആവണം. മനസ്സിലായി? ഇപ്പൊ എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി ഞാൻ ബിൽഡ് ചെയ്ത് വെച്ച ഇമേജ് ഒന്നുമില്ല. ഞാൻ വളരെ അത് അപ്പോഴും അല്ല ഇപ്പോഴും അല്ല. മനസ്സിലായി? അപ്പം ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളവരെ സംബന്ധിച്ച് ചങ്കിടിക്കും. പിന്നെ ഉള്ളത് അവസരത്തിന് വേണ്ടി ഈ പറഞ്ഞ പോലെ അവർക്ക് കിട്ടുന്നൊരു ചാൻസ് ആണ്. ഞാൻ അങ്ങനെ ചാൻസ് ഹണ്ട് ചെയ്ത് നടക്കുന്ന ഒരാളല്ല. ഞാൻ വരുന്ന സാധനങ്ങൾ ഗൗരവമായിട്ട് ചെയ്തു മാറുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ ഈഗർലി ചാൻസ് ചോദിച്ച് ടെലിവിഷനിലോ സിനിമയിലോ വരണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ല. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാണ്. ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുടെ ഗെയിം സ്ട്രാറ്റജി കാണുമ്പോൾ
അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഷോയിൽ എന്നത് വ്യക്തമാണ്. അറിയില്ല, അത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഞാനിത് കണ്ടിന്യൂസ് കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഗെയിം എന്താണ് എന്നൊക്കെ ജഡ്ജ് ഈ ചെയ്യും. അവിടെ പോയി സംസാരിച്ചാലും അതിനൊപ്പം നിന്നുള്ള രീതിയിലേക്ക് നിൽക്കുമ്പോഴും എന്ത് തോന്നുന്നു? ഓരോ മത്സരാർത്ഥി എവിടേക്കോ ഒബ്സർവ് ചെയ്യാൻ ഇത്ര കപ്പാസിറ്റി ഉള്ള ഒരാളല്ലേ? അപ്പോൾ അത്തരത്തിൽ ഒബ്സർവ് ചെയ്തിരുന്നു മത്സരാർത്ഥികളെ? അങ്ങനെ ഒബ്സർവ് ചെയ്യില്ല, പക്ഷെ എനിക്ക് അവിടെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് കൂടുതൽ വന്നിരുന്ന് സംസാരിച്ചതും അതിനകത്ത് നടന്നിട്ടുള്ള കഥകൾ, അതായത് അതെല്ലാം ഒന്നും പുറത്തുനിന്ന് കേട്ടൊന്നും ഞാൻ ടി വിയിൽ കണ്ടില്ല. അതിൽ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ രണ്ടുപേര് ഈ ജിൻഡോയും ജാസ്മിനുമാണ്. കാരണം സത്യം പറഞ്ഞ ഞങ്ങൾ പറഞ്ഞിരുന്ന ഇത്രയും ദിവസങ്ങളിൽ ഇവര് തമ്മിലുള്ള എൻകൗണ്ടറുകൾ അതാണ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അത് ജിൻഡോ എന്തൊപ്പിക്കുന്നു, അപ്പൊ ജാസ്മിൻ എന്തൊപ്പിക്കുന്നു എന്നൊക്കെയുള്ള അത് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങൾ ഇങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകുന്ന എന്ത് രസമാണ്, നിങ്ങൾ ഇതിനെ ഭയങ്കര കോമിക് സെൻസിൽ എടുക്ക് എന്ന് പറഞ്ഞു. കാരണം അതിനും മാത്രം ചിരിക്കാനുണ്ടായിരുന്നു. അപ്പൊ അവരും ചിരിക്കുന്നുണ്ട്, അത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് ഇതിന് പുറത്ത് ഈ സപ്പോർട്ട് കിട്ടുന്നതിൽ എവിടേക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ PR കാരണമാവുന്നുണ്ട് ഇല്ലേ? PR വർക്കുകൾ PR എന്ന് പറയുന്നത് ആക്ച്വലി പൈസ കൊടുത്തിട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞ ഇത് അറിയില്ല, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ പ്രൊമോഷൻ ചെയ്യുന്ന പ്രക്രിയയെ കുറിച്ചിട്ട്. ഈ ബിഗ് ബോസിൽ പോകുന്നവര് പിന്നെ പൈസ കൊടുത്ത് ആളുകളെ ഏൽപ്പിക്കുവോ? ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു അറിവില്ല. ഇല്ല, എനിക്കറിയില്ല, ഞാൻ ചോദിക്കണം. പ്രൊമോഷൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അറിയില്ലേ? അല്ല, ഈ കേറി കഴിയുമ്പോ ഇപ്പം ഞാൻ കേറിയിട്ട് ഇറങ്ങിയ സമയത്ത് എന്നെ സാബു ആർമി എന്നൊക്കെ പറഞ്ഞ് കുറെ പിള്ളേര് കാണാൻ വന്നു. അപ്പൊ എനിക്കിത് എന്താണ് സംവിധാനം എന്ന് മനസ്സിലായില്ല. അവ പറഞ്ഞ് ഇതുപോലെ ഈ പിള്ളേരൊക്കെ ഭയങ്കര പ്രൊമോഷനും പരിപാടിയൊക്കെ ആയിരുന്നു, വോട്ട് പിടുത്തവും ബഹളവും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. എന്നെ ഒരു എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോ ഒരമ്മ പറഞ്ഞ് പിന്നെ അവര് വീടുകളിൽ കയറി വോട്ട് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് മറ്റേ SMS അയച്ച് വോട്ട് പിടുത്തമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ മനുഷ്യരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പൈസ കൊടുത്തിട്ട് ശരിക്കും അന്ന് സാധനം കൂട്ടുകയാണെങ്കിൽ ഇപ്പൊ അത് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഇപ്പോഴും ഒരു സംശയം ഇതാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ കയറിയിട്ടുള്ളവരൊക്കെ അതിന് മാത്രം സാമ്പത്തിക സെറ്റപ്പ് ഉള്ള ആളുകളാണോ? ഇങ്ങനെ പൈസ കൊടുത്തൊരു വലിയ PR കൂട്ടത്തിന് ഉണ്ടാക്കി ശരിക്കും കിട്ടുന്ന വേദിയിലും അവസരങ്ങളുടെയും കുറെ കൂടി വലുപ്പം കാണുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി കുറച്ച് ചെലവാക്കാൻ എന്തുകൊണ്ട് ആയിക്കൂടാന്ന് ചിന്തിക്കുകയാണെങ്കിലോ? അങ്ങനെ ചെയ്യാം. പക്ഷെ PR-കാർക്ക് ഈ കമ്പനീസിന് PR നടത്തുന്ന ഓൺലൈൻ കമ്പനീസ് അല്ലേ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആണല്ലോ ഇപ്പൊ PR. അപ്പൊ ഈ കമ്പനീസിന് പക്ഷെ ഈ ആളകത്ത് പോയതിനു ശേഷം ആളെന്തെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേ ഇവർക്ക്? ശരിക്കും അങ്ങനെ ഉണ്ടെങ്കിലേ ആ കൊടുക്കുന്ന വിഷ്വൽസിലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തുകൂടെ ചോദിക്കുന്നു. ഈ ആർമികൾ രൂപീകരിക്കുന്നുണ്ടെങ്കിൽ ഈ ആർമികൾക്ക് വേണ്ടത് എവിടേക്കോ ഈ ഫൈറ്റ് ചെയ്യുന്നതോ മാസ് ഡയലോഗുകളോ എഗെയിൻസ്റ്റ് ആയി നിൽക്കുന്നതോ ഒറ്റപ്പെട്ട് നിൽക്കുന്നതോ ഒക്കെ ആയിരിക്കും അല്ലെ? ചിലപ്പോൾ ഇതായിരിക്കും കൂടുതലായിട്ട് വീഡിയോസ് വരുന്നത്. അപ്പൊ ഇത്തരം അവിടെ വരുന്ന സമയത്ത് ഈ സ്ട്രാറ്റജി അവിടെ പഠിച്ചിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ബോധപൂർവ്വം ഇത്തരം സീൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കില്ലേ? ചെയ്യുമല്ലോ. സോ അങ്ങനെ വരുമ്പോ ഇവിടെ കുറെ കൂടി സൗഹൃദം വേണം, ഇവിടെ കുറെ കൂടി കോമിക് കണ്ടന്റ് നമ്മൾ കൊണ്ടുവരണം എന്നുള്ള ചിന്ത ചിലപ്പോൾ പോയിക്കൊള്ളണമെന്നില്ലല്ലോ. ഉണ്ടോ? എന്ത് തോന്നുന്നു? അല്ല, ശരിയാ, അങ്ങനെയൊക്കെ. പിന്നെ ഈ പറഞ്ഞ ഇതിനകത്ത് ഇപ്പൊ പോയി ഇപ്രാവശ്യത്തെ ഇതിനകത്ത് കുറെ പേരൊക്കെ പരസ്പരം അറിയുന്നവരാണ്. മനസ്സിലായി, സോഷ്യൽ മീഡിയയിലുള്ള അത് ശരിക്കും നീതികേടല്ലേ? മുൻകൂട്ടി അറിഞ്ഞ് ഗെയിം പ്ലാൻ ചെയ്ത് വരിക എന്ന് പറയുന്നത്. ഇപ്പൊ അവിടെ എത്തിയിട്ട് ആരൊക്കെയാണ് വരുന്നത്? ഇവരെ മുമ്പ് സ്ക്രീനിലോ അതല്ലാതെ കണ്ടവരുണ്ടായിരിക്കും, അതല്ലാതെ ഇന്ന കണ്ടസ്റ്റൻസ് ആണ് വരുന്നത്, ഇവരെ കുറിച്ച് പറഞ്ഞവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നു. അനൂപ് എന്റെ ഫ്രണ്ടായിരുന്നു. ഫ്രണ്ട് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് നാടകം കളിച്ച് യൂത്ത് ഫെസ്റ്റിവലുകളിലും ഡ്രാമ ഫെസ്റ്റിവലുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഒന്നാണ്. കോളേജ് പഠിക്കുന്ന സമയം തൊട്ട് എനിക്ക് അനൂപിനെ അറിയാം. അതുകൊണ്ട് അകത്ത് ചെന്നപ്പോഴും ഞങ്ങള് കൂട്ടായിരുന്നു. നമുക്ക് പോകുന്നതിന് മുമ്പ് വിളിച്ച് പറഞ്ഞ ആളിയെ ഞാനുണ്ടാ, ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ്. പ്ലാനൊന്നുമില്ല, എന്ത് പ്ലാൻ ചെയ്യാൻ അതിനകത്ത് കയറിയിട്ട് ഞാൻ പറഞ്ഞാ ഞാനും ഉണ്ട്, എന്ത് കളിയാ നീ ചോദിക്കാൻ. അവൻ എനിക്കറിഞ്ഞൂടാ കളിയാന്ന് പറഞ്ഞുകൊണ്ട് അവനും നമ്മൾ അവസാനം വരെ കൈവിട്ടില്ല. അതിനിപ്പോ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും ശരി, അനൂപിനെ ഞാൻ അതിനകത്ത് പ്രൊട്ടക്ട് ചെയ്തില്ല. അപ്പൊ ശരിക്കും ഈ പറയുന്നതിൽ നിങ്ങൾ മത്സരാർത്ഥികൾ പറയുമ്പോൾ വേറെ ആളുടെ അടുത്ത് റിവീൽ ചെയ്യരുത്, ഇത് പറയരുത്, ഇതിന് അതിൻ്റെതായിട്ടുള്ള ജെനുവിനിറ്റി എന്ന് പറയുന്നത് ഇത് വലിയ ഇത് ഉണ്ടാക്കി വെച്ചുള്ള വലിയ കള്ളമല്ല, ഒരു മാസ്ക്. എന്റെ കൂട്ടുകാരൻ എന്റെ ഷോയ്ക്കകത്ത് ഞാൻ പോണ ഷോയ്ക്കകത്തുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ വിളിച്ചു ചോദിച്ചില്ല, അളിയാ നീ ഉണ്ട് അളിയാന്ന്. അപ്പൊ അത്തരത്തില് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ അറിയുന്നത് അവിടെ നിന്ന് റിവീൽ ചെയ്യും, ഇന്ന മത്സരാർത്ഥി കൂടെ അവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സുഹൃത്താണെന്നുള്ളത് ക്രൂവിന്റെ മെമ്പേഴ്സ് ഭാഗത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ടോ? ഇപ്പൊ സഭയുടെ പറഞ്ഞു ഓൾറെഡി എന്റെ ഫ്രണ്ട് അതിലുണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ വിളിക്കില്ലെന്ന് ചോദിക്കില്ല, അത് എന്റെ അടുത്ത് പറഞ്ഞുണ്ടോ എന്ന് ചോദിക്കണം. ഇത് ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞതാണ്. അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞാൽ അവൻ എന്റെ ഫ്രണ്ടുമാണ്. അപ്പൊ അവൻ പറഞ്ഞ അളിയുടെ സാബുവും വരുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞാണ് ഡയറക്റ്റ് വിളിച്ചതല്ല. അല്ല, അപ്പൊ അനൂപിനെ ഞാൻ വിളിച്ചു,
നാളെ നീ പോകണം, നാളെ ഞാൻ പോകുന്നുണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ശരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇപ്പൊ ജോഡികൾ ഉണ്ടാവുന്നതിൽ ഒരു പ്രീ പ്ലാൻ ചെയ്യാൻ കുറെ കൂടി ഹെൽപ്പ് ആവില്ലേ? എന്താ കുഴപ്പം? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ എന്തിനാണ് ഇത്തരത്തില് ജനങ്ങൾ മണ്ടന്മാരാക്കുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ രണ്ടുപേരും കൂട്ടുകാരാണ്, പിന്നെ അകത്ത് വന്ന് കണ്ടെന്നിരിക്കട്ടെ, അകത്ത് വരുമ്പോ ഒരു ഭയങ്കര സർപ്രൈസ്, അയ്യോ അനൂപ് നീ ഉണ്ടായിരുന്നു, അയ്യോ സാബു നീയും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അകത്ത് വന്നാലും കാണും, പുറത്ത് വെച്ചാൽ, എന്നിട്ട് എന്ത് പ്ലാൻ ചെയ്യും? ശരിക്കും എവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു കോംബോ ആവാം, ഒരു ജോഡി ആവാം. ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു ചെയ്യിപ്പിക്കുമല്ലേ, വോട്ട് അളിയ താണ്ടി ഇപ്രാവശ്യം താണ്ടി ഒക്കെ ചെയ്തേക്കണം, അല്ലെങ്കിൽ ഇവനും ചെയ്തേക്കണം അളിയ എന്ന് പറയും. അപ്പൊ പിന്നെ എന്തിനാണ് ഈ ക്രൂവിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾ ഇത് പുറത്ത് പറയാൻ പാടില്ല എന്ന് പറയുന്നത്? പുറത്ത് പറയാൻ പാടില്ല എന്നാണ് കാര്യം, അങ്ങനെ പറയരുത്. അതിന് പിന്നെ ആവശ്യകത ഉണ്ടെന്നുള്ള ആവശ്യകത എന്തിനാ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇല്ല, പുറത്ത് റിവീൽ ചെയ്യണം. ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരെന്നാണ്ട് അഭിലാഷ്, ഞാനും അഭിലാഷും നമ്മൾ കോളേജ് തൊട്ട് ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ്. ഞങ്ങള് അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നെന്ന് തന്നെ ഇരിക്കട്ടെ, മിണ്ടാതിരുന്നിട്ട് അകത്ത് വെച്ച് കാണുമ്പോൾ കൂട്ടുകാരല്ലേ, രണ്ട് ഇൻഡിവിജ്വലായിട്ട് നിൽക്കൂ. ഇൻഡിവിജ്വലായിട്ട് നിൽക്കണ്ടേ? എന്തിന് വേണമെന്നില്ല. സമൂഹത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ അല്ലേ നിൽക്കുന്നത്. ഞാൻ അതിനകത്ത് പോയി പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കി, ടീം ഉണ്ടാക്കി, മനസ്സിലായേ? എന്നിട്ട് ഈ നോമിനേഷന് പിടിച്ചിട്ട് കൊടുക്കും, അല്ലെങ്കിൽ കളിക്കുമ്പം എനിക്ക് എന്റെ കൂടുതൽ അടുത്ത ആളുകൾ വെച്ച് ടീം ഉണ്ടാക്കും. വരും. ശരിക്കും അങ്ങനെ സൗഹൃദം വരുന്ന സമയത്ത് അവരോട് കുറച്ചൊരു ചായ്വ് കാണിക്കില്ല. ശരിക്കും കളിക്കേണ്ടത് ഇൻഡിവിജ്വൽ ആയിട്ടല്ല. എന്ത് തോന്നുന്നു? ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം, അതോടെ ഗ്രൂപ്പ് ഈ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. ശരിക്കും അത് സർവൈവൽ ഗെയിം കൂടിയല്ലേ? അതെ, സർവൈവൽ ഒറ്റയ്ക്കാണ്. അല്ലല്ല, സർവൈവൽ ഒറ്റയ്ക്കല്ല. എന്റെ പോയിന്റ് ഓഫ് വ്യൂല് സർവൈവൽ ഒറ്റയ്ക്കല്ല. നമ്മുടെ കൂടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എന്നെ പിടിച്ചു തരണം, ഞാൻ അവനെ പിടിച്ചു തരണം. പക്ഷെ ഒരുമിച്ച് പിടിച്ച് കയറി പോകാൻ പറ്റില്ലല്ലോ. കാരണം ഫൈനൽ ചെയ്ത് ഒരാളിലേക്കല്ലേ. നമ്മളല്ലല്ലോ ജഡ്ജ് ചെയ്യുന്നത്, പുറത്തിരിക്കുന്ന ജനങ്ങളല്ലേ. ലെറ്റ് ദം ജഡ്ജ്. അങ്ങനെ ജനങ്ങളുടെ വിധി അത് ന്യായമാണ്, വോട്ടിംഗ് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. എന്താ അറിയില്ല, ഞാൻ ജയിച്ചു. എന്നെ ഇഷ്ടപ്പെട്ടവർക്ക് ഞാൻ എന്റെ കൂടെയുള്ള ആരെയും കൈവിടൂലായിരുന്നു. ഞാൻ എന്നിട്ട് രസം ലാസ്റ്റ് അനൂപിനെ എനിക്ക് സേവ് ചെയ്യായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു രാത്രി, അല്ലെ എൻ്റെ സേവ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു. ഞാൻ ചേട്ടാ നിനക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പം വേണ്ട അളിയാ, എനിക്ക് വയ്യ. അങ്ങനെ 70 ദിവസമൊക്കെ കഴിഞ്ഞു. അല്ലെ ഞാൻ പോണളിയാ, എനിക്ക് വയ്യ, നീ എന്നെ സേവ് ചെയ്യരുത് എന്ന് പറയും. ശരി, അടുത്ത ആളെ സേവ് ചെയ്തു. യെസ്. ആൻഡ് ഇത്തവണത്തെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ കപ്പ് നേടുമെന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ആണ്, അങ്ങനെ തന്നെയാണ് അല്ലേ? എന്ത് തോന്നുന്നു? പ്രവചനം മൈൻഡിൽ വരുന്നുണ്ടോ ആരെങ്കിലും ഒക്കെ മുഖം? ഇല്ല. ഇല്ല. ഇപ്പോഴൊരു എവിക്ഷൻ നടന്നില്ലേ? മിഡ് വീക്ക് എവിക്ഷൻ ഇന്നൊക്കെയാണ് വരുന്നത്. ആൻഡ് ബിഗ് ബോസ് മലയാളത്തിന് എത്ര വിന്നേഴ്സ് വന്നാലും സാബുമോൻ തന്നെയാണ് യഥാർത്ഥ BB കിങ് എന്ന് ഞാൻ പറയുന്നതിൽ എന്ത് അരോചകമായിട്ടുള്ള അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അതിനോട് എന്താണ് അഭിപ്രായം എന്നാണ് ചോദ്യം. അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്യൂല.